ഹലോ ഫ്രണ്ട്സ്, DFM വ്ലോഗിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ വക ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. വിഷു ആയിട്ട് എല്ലാവരും മനസ്സിൽ ആദ്യം ഓടി വരുന്നത് പടക്കം കണിക്കൊന്നയായിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ പോകുന്നത് വിഷുവിന് പടക്കം വാങ്ങാനാട്ടോ. പടക്കം നാട്ടിൽ വില കൂടുതലാണ് കിട്ടുകയാണ്. ഞാൻ ടൗണിൽ പോയി വാങ്ങിയത്. ടൗണിൽ പോയപ്പോഴാണ് സത്യാവസ്ഥ മനസ്സിലായത്, അവിടെ അതിലും വലിയ വിലയായിരുന്നു. അങ്ങനെ കുറച്ച് പടക്കം വാങ്ങി നേരെ വീട്ടിലേക്ക്. പടക്കം വാങ്ങുമ്പോഴേക്കും ദേവുട്ടിന് പേടിയാണെങ്കിൽ പൂത്തിരിക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പൂത്തിരി വാങ്ങിയെന്ന് പറയാൻ വേണ്ടി രണ്ടുപേരും ഓടി വന്നിട്ടുണ്ട്. അവർക്ക് ഇഷ്ടമുള്ളത് തന്നെ മേശപ്പൂത്തിരി, പൂത്തിരി കൂടുതലാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. ഇതെല്ലാം ഒരുമിച്ച് കണ്ട സന്തോഷത്തിൽ ദേവുട്ടൻ ആഹ്ലാദ പ്രകടനം തുടങ്ങിയിട്ടോ. അതിപ്പോൾ നമ്മൾ കുട്ടികളായിരുന്നപ്പോഴും ഇതൊക്കെ തന്നെ അവസ്ഥ. ഞങ്ങളും ഇതുപോലെ ഒരുപാട് അച്ഛനെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് നമ്മൾ കണിക്കൊന്ന എടുക്കാനാണ് പോകുന്നത് കേട്ടോ. കണിക്കൊന്ന നമ്മൾ ആമിനത്തന്നെ വീട്ടിലുള്ള ആമിനത്തന്നെ വീട്ടിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ എത്തുന്നതിന് മുമ്പേ ആമിനത്തെ എല്ലാം പറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ ഓണം പെരുന്നാളൊക്കെ ഒരുമിച്ച് ആഘോഷിക്കൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും ഒരു പുതുമല്ല കേട്ടോ. അങ്ങനെ നേരെ വീട്ടിലേക്ക് സാമ്പിൾ വെടിക്കൊട്ട് കൊടുക്കും. അതെന്താ സംഭവിക്കാന്നല്ലേ, കുറച്ച് മാറി നളി. ഇത്തവണ വിഷുക്കണി ഒരുക്കണമെന്ന് എനിക്ക് പറ്റാത്തതുകൊണ്ട് അച്ഛനും മക്കളും കൂടി അതാണ് ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. അവർക്ക് ഭയങ്കര സന്തോഷമായി. രണ്ടാളും കൂടെ അച്ഛനെ സഹായിക്കാൻ കൂടെ നിന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കയ്യിലുള്ളതൊക്കെ വെച്ച് ഇപ്രാവശ്യത്തെ വിഷുക്കണി നമ്മൾ സൂപ്പറാക്കിയിട്ടുണ്ട് കേട്ടോ. വെള്ളം കുടിക്കാൻ കേട്ടോ പറ്റാവോ കുടിച്ചേ. രസല്ലേ കാണാന്. പക്ഷി അനിമൾ കേട്ടാ. അപ്പൊ നമ്മളെ വിഷു ഒക്കെ ഒരുങ്ങി കേട്ടോ. ഇനി നമുക്ക് നാളെ രാവിലെ കണി കാണാം. Animal. Wow, super. വിഷു കഴിഞ്ഞു മക്കളെ. കഴിഞ്ഞു
മേലോടിന്റെ കാശ് നിറയണേ. നമസ്കരിച്ചു പോപ്പേ. നീ ഓപ്പേനെ കാൽമ തൊട്ടേ, ഓപ്പേനെ കാൽമ തൊട്ടേ, തോടി കാൽമ തോടി. ഞാൻ നീക്കി, ഞാൻ മുട്ടി പശ ഒക്കെ അമ്മയ്ക്ക് തന്നോളൂ കേട്ടോ. ഇത് വെക്കുമ്പോഴി ഓപ്പയ്ക്ക് പൈസ സമ്പത്തും കൂടട്ടെ. കുമ്പിട ഹൈ നമസ്കരിക്ക. പൈസ കൊണ്ട് പശ അതല്ല കുഞ്ഞ് വേറെ പശയില്ലേ, വേറെ പശ ഇങ്ങോട്ട് തരിക, ഇത് പിടിക്കുക, ഇങ്ങോട്ട് തരിക, ഇങ്ങോട്ട് തരിക. 10 rupees. അപ്പോൾ ഞങ്ങൾ വിഷു ആഘോഷങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ വീട്ടിലേക്കും അഞ്ജുവിൻ്റെ വീട്ടിലേക്കും പോകണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അതുമായി കാണാം.